കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു DVRൽ എങ്ങനെ ഹാർഡ് ഡ്രൈവ് ഫിറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി അതിലെന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ പ്രീവിയസ് വീഡിയോയിൽ അത് പറയുന്നതാണ് എങ്ങനെയാണ് ഒരു ഹാർഡ് ഡ്രൈവ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഹാർഡ് ഡ്രൈവ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മളൊരു പുതിയ ഡിവൈസ് വാങ്ങിയാൽ ഉള്ള ഡിവൈസിൽ ഹാർഡ് ഡ്രൈവ് മാറിയാലും ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞ DVR ആണ്. CP+ ആണെങ്കിലും ഡാഹു ആണെങ്കിലും സാംസങ് ആണെങ്കിലും മെട്രിക്സോ അങ്ങനെയുള്ള DVR ഏതാണെങ്കിലും അതിൽ ഇതുപോലെ തന്നെ സെയിം സെറ്റിങ്സ് തന്നെ ആയിരിക്കും, ഏറെക്കുറെ സെയിം ആയിരിക്കും. പിന്നെ നിങ്ങൾ അവരുടെ വെൻഡേഴ്സിൻ്റെ ഒരു ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും സ്റ്റെപ്സ് എന്താണെന്നുള്ളത്. ഇക്വേഷൻ ഉള്ളവർ ഇത് സെയിം സ്റ്റെപ്പ് ഇത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹാർഡ് ഡ്രൈവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചാൽ ഒരു മോണിറ്ററാണ്. കാര്യം കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ക്രീൻ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു VGA മോണിറ്ററാണ്. നിങ്ങൾക്ക് HDMI മോണിറ്റർ ആണെങ്കിലും ഇതിൻ്റെ പുറകിൽ കണക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എനിക്കിവിടെ VGA ആയതുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കും കണക്ട് ചെയ്യുക. VGA എന്ന് എഴുതിയിട്ടുണ്ട്. HDMI TVയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ HDMI ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം VGA ആണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മോണിറ്ററിൻ്റെ VGA കേബിൾ ഞാൻ എടുക്കാം. ഒരു മോണിറ്ററിന് 2 കേബിൾ വരും. ഇപ്പോൾ HDMI ആണെങ്കിൽ HDMI VGA ഉള്ള മോണിറ്റേഴ്സ് ഉണ്ട്. ഇതിലിപ്പോൾ VGA മാത്രമേ ഉള്ളൂ. VGAയുടെ അഡാപ്റ്റർ എടുക്കുക, കേബിൾ എടുക്കുക. അതിനുശേഷം പിന്നുകൾ നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ആയതിനു ശേഷം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് താഴെ വരെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട. കാര്യം നമ്മൾ ഇതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഇളകി പോകാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി കോൺഫിഗർ ചെയ്യണമെങ്കിൽ നമുക്ക് മൗസ് വേണം. മൗസോ റിമോട്ടോ വേണം. അപ്പം എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത് മൗസാണ്. ആ മൗസ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു വയർലെസ് മൗസോ, നിങ്ങൾക്ക് വയർഡുള്ള മൗസ് ആണെങ്കിലും ഇവിടെ USB എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൗസ് ഇതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. എൻ്റെ അടുത്തൊരു വയർലെസ് മൗസാണ്, ലെനോവോയുടെ ഒരു വയർലെസ് മൗസാണ്. ഇതൊന്നുമില്ല, നമുക്ക് വയറുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് തരുന്നതാണ്. ഇതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഊരാണ്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഒരു കേബിളിന് പകരം നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ്. ഇതാണ് ഞാനിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. കേബിളാണെങ്കിൽ ഡയറക്റ്റ് കേബിൾ കണക്ട് ചെയ്താൽ മതി, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. USB എന്നുള്ള ഭാഗത്ത് ഞാൻ പ്രസ് ചെയ്തു. കണക്ഷൻ കഴിഞ്ഞു. വയർലെസ് മൗസ് ആകുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ DVRനും നിങ്ങൾക്കിപ്പോൾ കേബിൾ തൊട്ടടുത്താണ് മൗസ് കൺട്രോൾ ചെയ്യാൻ വലിയ പാടാണ്. TVയുടെ തൊട്ടടുത്താണ് മൗസ് എങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു വയർലെസ് മൗസ് നിങ്ങൾ മേടിച്ചാൽ മതി. നിങ്ങൾക്ക് ടേബിളിൽ ഇരുന്ന് കേട്ടോ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഈ കേബിൾസിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ ബാക്കിൽ USB മാത്രം കണക്ട് ചെയ്താൽ മതി. നമുക്കിത് എന്നിട്ട് ഓണാക്കാം. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൗസ്. ജസ്റ്റ് മൗസ് ഓണാക്കി ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ DVR ഓണാക്കുന്നതിന് വേണ്ടി DVRൻ്റെ അഡാപ്റ്റർ നമുക്ക് കണക്ട് ചെയ്യാം. പവർ അഡാപ്റ്റർ നമുക്ക് DVRൻ്റെ കണക്ട് ചെയ്യാം. ഇപ്പോൾ DVRൻ്റെ പവർ കുത്താണ്. DVRൻ്റെ പവർ നമ്മൾ കുത്തിക്കഴിഞ്ഞ് ഇത്രയുള്ള കണക്ഷൻസ്. ഇനിയിപ്പോൾ നമ്മൾ മോണിറ്റർ ഓണാക്കാൻ വേണ്ടിയിട്ട് മോണിറ്ററിന് ഇതുപോലെ തന്നെ പവർ അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ മോണിറ്ററിൻ്റെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. ഇതാണ് മോണിറ്ററിൻ്റെ ഒരു പവർ. ഞാനിതുപോലെ ഒരു മൾട്ടി പിന്നുള്ളൊരു ഇതെടുത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി കുത്തണം. ഇത് DVRൻ്റെ പവറാണ്. DVRൻ്റെ പവർ ഇതിൻ്റെ പുറകെ കൊടുത്തു. മോട്ടറിൻ്റെ പവർ ഇതിൽ നിന്ന് വരുന്നതാണ്. ഇത് നമ്മളിത് പ്ലഗ് ചെയ്യാവുന്നതാണ്. ഓണാക്കാം. നമ്മൾ മോണിറ്ററിലൊന്നും ഡിസ്പ്ലേ ഒന്നുമില്ല ഇവിടെ, പക്ഷെ ഓണാണ്. നമ്മൾ മൗസ് ഇനി DVR നമുക്ക് ഓണാക്കാം. ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. DVRൻ്റെ ഉള്ളിൽ ചെറിയ LED ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് വന്നു. ഇപ്പോൾ മോണിറ്റർ നോക്കുകയാണെങ്കിൽ മോണിറ്ററിൽ ചെറിയ ഡിസ്പ്ലേസ് വന്നിട്ടുണ്ട്. ഇക്വേഷൻ്റെ ഒരു പേജ് വന്നു. ഇത് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന DVR ആണ്. ഇതിനൊരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും.
ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ വരുന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണാം. ഹാർഡ്വെയർ HD നോട്ട് ഓൾ ലോക്കൽ ഹാർഡ് ഡിസ്ക് ആർ ഇനീഷ്യലൈസ്ഡ് എന്നാണ്. ഈ ഇനീഷ്യലൈസേഷൻ കഴിയുമ്പോൾ എല്ലാ ഡാറ്റയും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഹാർഡ് ഡ്രൈവിൽ നിന്നും റിമൂവ് ആവുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കുക. കാര്യം നമുക്ക് ഇതിനകത്ത് ഡാറ്റ ഒന്നുമില്ല, എന്നാലും നമ്മൾ യെസ് കൊടുക്കാം. ഇനി നമ്മൾ യൂസർ നെയിം പാസ്വേഡ്, ഞാനിവിടെ 2 രീതിയിൽ ഇതിൽ യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. ഒന്ന് പാറ്റേൺ ആണ്. പാറ്റേൺ മുന്നേ ഈ യൂസർ സെറ്റ് ചെയ്തിരുന്ന പാറ്റേൺ എന്താണ് അത് നമ്മൾ ഇതിൽ വരച്ച് കൊടുക്കണം. നമ്മൾ ഈ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ സെക്യൂരിറ്റിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുമല്ലോ, അതുപോലെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എൻ്റർ ചെയ്യാണ്. ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺലോക്ക് ആവും. അൺലോക്ക് ചെയ്തതിനു ശേഷം ഞാൻ അടുത്ത സെഷനിലേക്ക് പോകാം. ഞാൻ അൺലോക്ക് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുന്നുണ്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി. നമുക്ക് DVR ഓൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പാസ്വേഡ് വരച്ചതിന് ശേഷമുള്ള നേരിട്ടുള്ള വിൻഡോ ആണിത്. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് വരച്ച് അടുത്ത സെഷനിലോട്ട് പോയി. ഇതിപ്പോൾ നോ വീഡിയോ എന്താ കാണിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ജസ്റ്റ് ഹാർഡ് ഡ്രൈവ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുത്തത്. കാരണം ഇവിടെ ക്യാമറാസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ക്യാമറ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീഡിയോ വരുന്നതായിരിക്കും. നമുക്കൊന്നും കൂടി സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പം 30/6/2025 11:51 ഇതിൻ്റെ ടൈം നമുക്ക് നോക്കാം. 11:59. അപ്പോൾ വേറെ ഒന്നുമില്ല. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസൊക്കെ വരും. നമ്മളൊന്നും കൂടി വെരിഫൈ ചെയ്യാം ഓപ്ഷൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം. സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യാം. സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. ഈ സ്റ്റോറേജ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോർമലിൽ കാണിക്കണം. ഓക്കെ, നോർമൽ അല്ല കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോറേജ് ഡിവൈസ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇനിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരണം. കാര്യം ഇതിലിപ്പോൾ വരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ മുകളിൽ ഇനിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇനിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് എന്നാണ്. ഓക്കെ, ഇതിപ്പോൾ നോർമൽ ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് നോർമൽ അല്ല, അൺഇനീഷ്യലൈസ്ഡ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇനിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പറയും ഇറേസ് ഓൾ ഡാറ്റ, ഇതിലെല്ലാ ഡാറ്റയും പോകുന്നതായിരിക്കും എന്നൊരു വാർണിംഗ് തരും. ഓക്കെ ക്ലിക്ക് ചെയ്ത് അത് തന്നെ ചെയ്യുന്നതായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് തന്നെ വരും. ഓക്കെ, ഇപ്പോൾ വീണ്ടും നോർമലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ഹാർഡ് ഡ്രൈവ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോ നിങ്ങളൊരു അഭിപ്രായം അയക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള CCTV ആയിട്ട് ബന്ധമുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.